الحمدللہ رب العالمین نحمده ونستعینه ونستهدیه ونؤمن به ونتوکل علیہ ونعوذ باللہ تعالی من شرور انفسنا ومن سیئات اعمالنا من يهده اللہ فلا مضل له ومن يضلله فلن تجد له ولیا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير صدق الله. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സർവ്വമേഖലകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കനുസരിച്ച് ക്രമീകരിക്കാൻ, തഖ്വയോടുകൂടി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഏത് സമയവും പ്രവാചകന്മാർ വന്നിരുന്ന ഒരു സമൂഹം. ഒരു പ്രവാചകൻ മരണപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവാചകൻ അവരിലേക്ക് വരികയും ചില സന്ദർഭങ്ങളിൽ ഒരു പ്രവാചകന് പുറമെ മറ്റൊരു പ്രവാചകൻ സഹായിയായി ഉണ്ടാവുകയും ചില അധിക സന്ദർഭങ്ങളിൽ മൂന്നോ അതിലധികമോ പ്രവാചകന്മാരൊക്കെ ഉണ്ടാവുകയും ചെയ്ത സമൂഹമായിരുന്നു ബനൂ ഇസ്രായേൽ സമൂഹം. ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിൽ ഈ സമൂഹം അവരുടെ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഇനി പ്രവാചകൻ വേണ്ട, ഞങ്ങൾക്കൊരു രാജാവിന് മതി. പ്രവാചകന് കീഴിൽ വേണമെങ്കിൽ യുദ്ധം ചെയ്യാം, പക്ഷെ അതിലൊരു ത്രില്ലില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു രാജാവിനെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുമായിരുന്നു എന്നുള്ളതാണ് അവരുടെ അവകാശവാദം.
വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അവരെക്കുറിച്ച് പറയുന്നത് അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രാഈല മിൻ ബഅദി മൂസ ഇദ് ഖാലൂ ലിനബിയ്യിൻ ലഹും ബഅസ് ലനാ മലിക്കൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്. മൂസ അലൈഹിസ്സലാമയുടെ കാലശേഷം പിന്നീട് സംഭവിച്ചതാണ്. അവർക്കിടയിൽ വന്ന പ്രവാചകനോട് അവര് ചോദിച്ചു, അള്ളാന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് പൊരുതണമെങ്കിൽ ഞങ്ങൾക്കൊരു രാജാവിന് വേണം. പ്രവാചകൻ സ്വാഭാവികമായും അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഈ പ്രവാചകനായ ഞാൻ മുന്നിലുണ്ടായിരിക്കെ യുദ്ധം ചെയ്യാത്തവരാണ്, എന്നിട്ടൊരു രാജാവ് വന്നാൽ നിങ്ങൾ യുദ്ധം ചെയ്യും? അദ്ദേഹത്തിന്റെ ചോദ്യം ഇതായിരുന്നു, ഖാല ഹൽ അസൈതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു. ഇനി നിങ്ങൾക്കുമേൽ യുദ്ധം അങ്ങനെ നിർബന്ധമായാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതുക എന്നുള്ളത് അള്ളാഹു നിർബന്ധമാക്കിയാൽ നിങ്ങൾ അപ്പോ യുദ്ധം ചെയ്തില്ലെങ്കിലോ? വല്ലാത്ത കുറ്റമാകുമല്ലോ അത്. അവര് പറഞ്ഞു, ഖാലു വമാ ലനാ അല്ലാ നുഖാതില ഫീ സബീലില്ലാഹ് വഖദ് ഉഖ്രിജ്നാ മിൻ അബ്നാഇനാ വദിയാരിനാ വഅബ്നാഇനാ മിൻ ദിയാരിനാ വഅബ്നാഇനാ. ഞങ്ങളെങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കും? ഞങ്ങൾക്കൊരു രാജാവിനെ കിട്ടിയ യുദ്ധം ചെയ്യാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ എന്തുവന്നാലും പടച്ചോ യുദ്ധം നിർബന്ധമാക്കി യുദ്ധം ചെയ്യും. അല്ലാഹു പറഞ്ഞു, ഫലമ്മ കുതിബ അലൈഹിമുൽ ഖിതാലു തവല്ലൗ ഇല്ലാ ഖലീലൻ മിൻഹും. അള്ളാഹിന്റെ മാർഗത്തിൽ അടിയുറച്ച് പൊരുന്തി നിൽക്കേണ്ട സമയം വന്നപ്പോ, അവർക്കുമേൽ ഖിതാൽ നിർബന്ധമാക്കിയപ്പോ, തവല്ലൗ ഇല്ലാ ഖലീലൻ മിൻഹും, ഈ വലിയ വർത്താനം പറഞ്ഞ ആളുകളൊന്നും പിന്നെ കണ്ടില്ല. വളരെ കുറച്ച് ആളുകളെ ഉണ്ടായുള്ളൂ. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ, ഈ അക്രമികളെ കുറിച്ച് നന്നായി അറിവുള്ളവനാണ് അല്ലാഹു. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിചയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനും പ്രസിദ്ധനുമായ രാജാവിനെ അള്ളാഹു അയക്കുന്നത് ആ സന്ദർഭത്തിലാണ്. വഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലിക. നബി പറഞ്ഞു അവരോട്, നിങ്ങൾക്കൊരു രാജാവിനെയല്ല ആവശ്യം, അള്ളാഹു നിങ്ങളുടെ ആവശ്യം കേട്ടിരിക്കുന്നു. നിങ്ങൾക്ക് താലൂത്തിനെ നിങ്ങളുടെ നേതാവായി തന്നിരിക്കുന്നു, നിങ്ങളുടെ രാജാവായിട്ട് അള്ളാഹു നിയമിച്ചിരിക്കുന്നു. അപ്പൊ അവരുടെ ചോദ്യം നേരെ തിരിച്ചായി. ഖാലു അന്നാ യകൂനു ലഹുൽ മുൽക്ക്, ഖാലു അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന. അയാളെങ്ങനെ രാജാവാക്കും ഞങ്ങൾക്കുമേൽ? വനഹ്നു അഹഖു ബിൽ മുൽക്ക്, രാജാക്കന്മാരാകാൻ പറ്റിയ ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെ ഒരു താലൂത്ത് ഒരു രാജാവായിട്ട് വേണ്ട ഞങ്ങൾക്ക്. ഖാലു അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു വലം യുഅത സഅതൻ മിനൽ മാൽ. രണ്ടാമത്തെ ഒരു കാരണമാണ്. ഒന്ന്, ഞങ്ങള് തറവാട്ടുകാർ ഇവിടെ ഉണ്ട്, കുറെ രാജാക്കന്മാർ ഇവിടെ തന്നെ ഞങ്ങളിലെ കൂട്ടത്തിലുണ്ട്. വലം യുഅത സഅതൻ മിനൽ മാൽ, സാമ്പത്തികമായി ഒരു തരത്തിലുള്ള ഒരു കഴിവുമില്ലാത്ത ഈ താലൂത്തിനെയാണോ ഞങ്ങളുടെ മലിക്കാക്കി തരുന്നത്, ഞങ്ങളുടെ രാജാവാക്കി തരുന്നത്? നബി അവരോട് പറഞ്ഞത്, ഖാല ഇന്നല്ലാഹു അസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്ം. അള്ളാഹുവാണ് നിങ്ങൾക്ക് മേൽ താലൂത്തിനെ രാജാവായി ഇപ്പോൾ നിയമിച്ചത്. നിങ്ങൾ ചോദിച്ചിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന് നാം കൊടുത്ത കഴിവ്, ഒന്ന് അദ്ദേഹത്തിൻ്റെ കായികമായ ശേഷി, ശാരീരിക ശേഷി, മറ്റൊന്ന് അദ്ദേഹത്തിന് നല്ല തെളിച്ചവും കൃത്യതയുമുള്ള അറിവുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം നിങ്ങളുടെ നേതാവാകുന്നത്. വല്ലാഹു യുഅ്തി മുൽക്കഹു മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു അങ്ങനെയാണ് അവൻ്റെ ആധിപത്യത്തെ വിഭജിക്കുന്നത്. അള്ളാഹു അത്ര വിശാലനാണ്, അറിവുള്ളവൻ.
ഈ ചരിത്ര സന്ദർഭം എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഓർക്കണമെന്ന് ചോദിച്ചാൽ, സമകാലിക സാഹചര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഏതൊരാൾക്കും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിഗ്ധ ഘട്ടത്തിൽ നിലപാടുകൾ അന്വേഷിക്കുമ്പോൾ തരാതരം തെളിവുകൾ ഉന്നയിച്ച് അതല്ലെങ്കിൽ മുട്ടുന്യായങ്ങൾ പറഞ്ഞ് ഒരർത്ഥത്തിലുമുള്ള സന്നദ്ധതയ്ക്ക് തയ്യാറാകാത്ത കുറെ മനുഷ്യരെ കാണാൻ പറ്റും. അതിൻ്റെ മുൻനിരയിൽ വരുന്നത് ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളാണ് എന്നുള്ളതാണ് രസകരമായൊരു കാര്യം. ദോഹയിൽ വെച്ച് വലിയൊരു ഉച്ചകോടി നടന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. 57 മുസ്ലിം രാജ്യങ്ങൾ OIC എന്നതിനെ കുറിച്ച്, മുസ്ലിം രാജ്യങ്ങൾ കൂടിയിരുന്നാൽ ഒന്നും സംഭവിക്കില്ല എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. പക്ഷേ ഖത്തറിന് മേലൊരു ബോംബ് വീണപ്പോൾ ആളുകളൊക്കെ കരുതിയത് ഇപ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അശൈത്താനുൽ അക്ബർ, വിശുദ്ധ ഖുർആനിലെ ശൈത്താൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെ മന്ത്രിക്കുന്ന ആൾക്കാർ മാത്രമൊന്നല്ല. രാജാധികാരം ഭൂമിയിൽ അടക്കി വച്ചിരിക്കുന്ന അധികാര ദുഷ്പ്രഭുത്വത്തിന്റെ കേന്ദ്രങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാൻ അള്ളാഹ് ഉപയോഗിച്ച പദമാണ് ശൈത്താൻ. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ഒരു ശൈത്താനുണ്ട്. വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന. അവർ വിശ്വാസികളെ കണ്ടാൽ കപട വിശ്വാസികൾ പറയും ഖാലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കും. പക്ഷെ വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം, അവരുടെ ശൈത്താന്മാരുടെ അടുത്തേക്ക് അവർ പോയാൽ, ഏതാ ശൈത്താന്മാർ? അവരുടെ കാര്യങ്ങളിൽ തീരുമാനിക്കുന്ന ശൈത്താന്മാർ. ഈ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമാണെന്ന് പറയുകയും എന്നാൽ വഇദാ ഖലൗ, അവർ തനിച്ചാകുന്ന സന്ദർഭങ്ങൾ, ഇലാ ശയാത്തീനിഹിം, അവരുടെ ശൈത്താന്മാരോടൊപ്പം അവർ തനിച്ചായാൽ, അസ്ഹാബു സിയാസ എന്നാണ് പല മുഫസ്സിറുകളും ഈ ശൈത്താനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയ മേലാളന്മാർ അവർ പറയും ഖാലു ഇന്നാ മഅക്കും, ഞങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടെന്ന് വെറുതെ പറഞ്ഞതാ, വിശ്വാസികളുടെ ഒപ്പം. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, യഥാർത്ഥത്തിൽ അവരെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ പരിഹസിക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹ് അവരെ പരിഹസിക്കുകയാണ്. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ ഉലൈക അല്ലദീന ഇശ്തറഉ ളലാലത ബിൽ ഹുദാ. ഹുദ കയ്യിലുണ്ടായിട്ടും സന്മാർഗ്ഗം ഇനി വേറെ എവിടെ നിന്ന് പോയി തേടേണ്ട ആവശ്യമില്ല. കയ്യിൽ ഖുർആനുണ്ട്, കയ്യിൽ റസൂലുണ്ട്, കയ്യിൽ ഇസ്ലാമുണ്ട്. മുസ്ലിങ്ങളാണല്ലോ, കയ്യിൽ ഇസ്ലാമും കയ്യിൽ ഖുർആനും കയ്യിൽ ഒക്കെ ഉണ്ട്. പക്ഷേ ഹുദ വെച്ചുകൊണ്ട് ലലാലത്ത് വാങ്ങിയവരാണ് അവർ. ലലാലത്ത് വാങ്ങുമ്പോൾ പകരം എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പൊ കയ്യിലുള്ള ഹുദയാണ് പകരം കൊടുത്തത്. ഫമാ റബിഹത് തിജാറത്തും, അവരുടെ കച്ചവടം ഒട്ടും ലാഭകരമല്ല. വിശുദ്ധ ഖുർആൻ എന്തിനാണ് ഇത് പറയുന്നത്? താലൂത്തിനോട് ഇത്രമാത്രമൊന്നല്ല ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. താലൂത്ത് വിശുദ്ധ ഖുർആനിലെ ഒരു ധീരമായ ഒരു വ്യക്തി ചിത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന ഒരു പേരാണ്. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാമയെ കുറിച്ചൊക്കെ ഉള്ള ചരിത്രം വരുന്നത് ഈ ഇതിവൃത്തത്തിലാണ്. താലൂത്ത് നേതാവായിട്ടും പിന്നീട് താലൂത്ത് സ്വന്തം സൈന്യവുമായിട്ട് ആദ്യം തന്നെ ഒരു കൂട്ടര് ഞങ്ങളില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കൂട്ടര് പറഞ്ഞു ഞങ്ങളുടെ നേതാവായിട്ട് ഇക്കൂട്ടരാണോ വരേണ്ടതെന്ന് പറഞ്ഞു. പിന്നീട് പോകുന്ന വഴിയിൽ താലൂത്ത് കൊടുത്ത കൽപ്പനകളൊക്കെയും കൂടെ നിന്നവർ നിരസിക്കുകയോ കൈവെടിയുകയോ ചെയ്യും. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവസാന താലൂത്തിൻ്റെ ഒപ്പം കുറച്ച് പേരെ ഉണ്ടായുള്ളൂ. സൂറത്തുൽ ബഖറയിലെ ഈ ഭാഗം വായിച്ചിട്ടുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഇത് പരസ്പര ബന്ധത്തോടുകൂടി വായിക്കാൻ സാധിക്കും. അവസാന താലൂത്തിൻ്റെ ഒപ്പം കുറച്ച് മനുഷ്യരെ ഉണ്ടായുള്ളൂ. ലോകത്ത് ഒരുപാട് വിശ്വാസികൾ ഉണ്ടാവും. പക്ഷെ താലൂത്തിനോടൊപ്പം നിൽക്കാൻ
വിശ്വാസി സമൂഹത്തിൽ നിന്ന് വളരെ കുറച്ച് ആളുകളെ ഉണ്ടായുള്ളൂ. അവർ പറഞ്ഞു, എത്രത്തോളം എന്നാൽ അവർ പറഞ്ഞു, ഖാലൂ ലാ ത്വാഖത ലനൽ യൗമ ബിജാലൂത വജുനൂദി. ജാലൂത്തിനെ നേരിടാനാണ് താലൂത്തിനെ നിയമിക്കുന്നത് അല്ലാഹ്. ഈ ഗോലിയാത്ത് എന്നൊക്കെ നമ്മൾ കേൾക്കാറുള്ള ഈ വാക്കുണ്ട്. അപ്പൊ ജാലൂത്തിനെ നേരിടാനുള്ള കഴിവൊന്നും നമുക്കില്ല. അള്ള വെച്ച് തന്ന മലിക്കാണ് നേതാവാണെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള കഴിവൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു? താലൂത്തിന്റെ കൂടെയുള്ളവർ. നമ്മളെപ്പോഴും എപ്പോഴും പേർത്തും പറയാറുള്ള വിശുദ്ധ ഖുർആനിലെ ആ സൂക്തം ഇവിടെയാണ്. ഖാലല്ലദീന യളുന്നൂന അന്നഹും മുലാഖുല്ലാഹ് കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ് വല്ലാഹു മഅസ്സാബിരീൻ. എന്നാൽ അല്ലാഹുവെ കണ്ടുമുട്ടുമെന്ന ബോധ്യം ദൃഢമായി മനസ്സിൽ ഉറച്ചിട്ടുള്ള മനുഷ്യർ അള്ളാനെ കണ്ടുമുട്ടാനാണ് ഈ ജീവിതത്തിന് ശേഷം പടച്ചോന്റെ അടുത്ത് എത്തേണ്ടവരാണെന്ന് മനസ്സിൽ ബോധ്യം അടിയുറച്ച മനുഷ്യർ അവർ പറഞ്ഞു, കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറ. എത്ര കൊച്ചു സംഘങ്ങളാണ് ഗലബത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം വ്യത്യസ്തമായ സംഘങ്ങളെ, വ്യത്യസ്ത കോപ്പുകളുള്ള, പടക്കോപ്പുകളുള്ള, ധാരാളിത്തമുള്ള, സമ്പന്നതയുടെയും ആയുധത്തിന്റെയും ആധിക്യമുള്ള മനുഷ്യരെ കൊച്ചു കൊച്ചു സംഘങ്ങൾക്ക് നേരിടാൻ സാധിക്കും. അങ്ങനെ അവർ വിജയിച്ചിട്ടുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായമാണ്. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു, ഖാലൂ റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. പടച്ചവനെ, ഞങ്ങൾക്ക് സബർ വേണം, ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണം, ഈ നിഷേധികൾക്കെതിരെ ഞങ്ങൾ പടപൊരുതുമ്പോ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. അല്ലാഹ് പറയാണ്, ഫഹദമൂഹും ബിഇദ്നില്ലാഹ്. ലോകത്തിലെ ഏറ്റവും വലിയ ജാലൂത്തിന്റെ സൈന്യത്തെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ത്വാലൂത്തും കൂട്ടരും പരാജയപ്പെടുത്തി. അള്ളാഹ് എന്തിനാണ് ഈ താലൂത്തും ജാലൂത്തൊക്കെ നമ്മളോട് പറയുന്നത്? ഇത് രണ്ട് എതിർ കക്ഷികളാണ്, ലോകത്തെ രണ്ട് വിരുദ്ധ ചേരികളാണ്. ജാലൂത്തിനെ നേരിടാൻ താലൂത്തിനൊപ്പം നിലയുറപ്പിക്കണമെന്നുള്ളത് അള്ളാന്റെ തീരുമാനമാണ്. ഇന്ന് നിർഭാഗ്യവശാൽ കൺകാൺകെ ഒരു സത്യസന്ധതയോടുകൂടി നമുക്ക് സത്യത്തോടൊപ്പം നിലയുറപ്പിച്ചൊരു കൂട്ടരെന്ന് ഇപ്പോഴും പറയാവുന്നത് 730 ദിവസം നീണ്ട തൂഫാനുൽ അഖ്സക്ക് ശേഷമുള്ള പോരാട്ടത്തിനൊടുവിലും ദൃഢനിശ്ചയത്തോടുകൂടി നിൽക്കുന്ന താലൂത്തിന്റെ കൂട്ടത്തിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരേ ഒരു കൂട്ടർ ഇന്ന് ഭൂമിയിൽ ഗസക്കാർ മാത്രമേ ഉള്ളൂ. അവർ മാത്രമേ ഉള്ളൂ. 57 രാജ്യങ്ങൾ OIC-യിലെ, അതിൽ 56 ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗത്തുള്ളവരാണ്. അതിൽ 51 രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ്, അറബ് രാജ്യങ്ങൾ മാത്രമല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോൾ, അതല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ, 43% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അത് കയറ്റുമതി ചെയ്യുന്ന, അതല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ സൗജന്യമായി കൊടുത്തിട്ടുള്ളവരാണ്. കാരണം ഭൂമിക്കടിയിൽ പെട്രോളും ഗ്യാസും ഡീസലൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ആരും പണിയെടുത്ത് കിട്ടുന്ന ഒന്നല്ലല്ലോ, ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ്. പടച്ചോൻ കൊടുത്തൊരു ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖുറൈശികളെ കുറിച്ച് പറഞ്ഞു. ഖുറൈശികളെ മക്കക്കാരുടെ പ്രമാണിമാരാക്കി മാറുന്നതിന് കഅബയുടെ സംരക്ഷണവും മറ്റ് സംഗതികളൊക്കെ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടുണ്ടായി എന്ന് പറഞ്ഞ പോലെ
ലോകത്തിലെ മനുഷ്യർക്ക് അവരെ ആശ്രയിക്കാതെ, ശത്രുവിന് പോലും അവരുടെ അടുത്ത് വന്ന് സംസാരിക്കേണ്ടി വരുന്ന ഒരു കാരണം അള്ളാഹ് ഉണ്ടാക്കി കൊടുത്തത് അള്ളാഹിന്റെ നിയമത്തോടത്തോണ്ടാണ്. ഇങ്ങനെ ഒരു വലുപ്പം ഉണ്ടായിട്ടും ഈ വലുപ്പം ഇവരറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും, മറ്റ് സമൂഹങ്ങൾ നിങ്ങൾക്കുമേൽ ചാടി വീഴും, കമാ തദഅൽ അക്ലത്തു ഇലാ ഖസ്അ, ഭക്ഷണത്തളികയിലേക്ക് വിശന്നിരിക്കണ മനുഷ്യന്മാർ ചാടി വരുമ്പോൾ, ഭക്ഷണമൊക്കെ ഒരു 3 മണിയൊക്കെ വിളമ്പാൻ നോക്കുമ്പോൾ അങ്ങോട്ട് കല്യാണ വീടൊക്കെ അങ്ങോട്ട് തുറന്ന് ആ ഭാഗം അങ്ങോട്ട് തുറന്നാലൊരു പാച്ചിലുണ്ടാവുമല്ലോ, ഇതുപോലെ ഭക്ഷണത്തിന് വിശന്നിരിക്കുന്ന മനുഷ്യന്മാർ ഭക്ഷണത്തളികയിലേക്ക് പാഞ്ഞു വരുന്നത് പോലെ ഈ ഉമ്മത്തിനുമേൽ ശത്രുക്കൾ കടന്നു കയറും. അപ്പൊ അവരോട് എന്തായിരിക്കും അതിൻ്റെ ഒരു പ്രശ്നമെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറവായത് കൊണ്ടാണോ അങ്ങനെ ബാക്കിയുള്ളവർ പാഞ്ഞു കയറുക എന്ന് ചോദിച്ചു. സഹാബിമാർ ചോദിച്ചു. സഹാബെ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അവ മിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, ഞങ്ങൾ കുറഞ്ഞു പോയതുകൊണ്ടാണോ, ഞങ്ങൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അതുകൊണ്ടാണോ ബാക്കിയുള്ള ശത്രുക്കൾ ഞങ്ങളുടെ മേലിങ്ങനെ നിരങ്ങുക? ലോകത്തിപ്പോൾ നിരങ്ങുകയാണല്ലോ. ഞങ്ങൾ കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട്, ന്യൂനപക്ഷ ആയതുകൊണ്ടാണോ? ബൽ അൻതും യൗമഇദിൻ കസീർ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ 100-200 കോടി മനുഷ്യരുണ്ടാവും, നിങ്ങൾ നിറയായിരിക്കും, നിറച്ച ആൾക്കാരുണ്ടാവും, പക്ഷേ വലാകിന്നക്കും ഉസാഉൻ കഉസാഇസ് സൈൽ, നിങ്ങൾ ഈ വെള്ളത്തിന്റെ മുകളിലൂടെ ഒലിച്ചു പോകുന്ന ചണ്ടികളുണ്ടല്ലോ, അത് എവിടൊക്കെ പോകണ്ടെന്ന് ചണ്ടിക്കറിയില്ല, കാഴ്ചയിൽ നല്ല സാധനമൊക്കെയാണ്. വെള്ളത്തിന്റെ മുകൾ പരപ്പിലൂടെ തെന്നിമാറിപ്പോകുന്ന വെള്ളത്തിന്റെ ഗതി അനുസരിച്ച് അത് കെട്ടിയെന്നാൽ അവിടെ കെട്ടിയേക്കും, അത് ഇറക്കത്തിലാണെങ്കിൽ അതിനനുസരിച്ച് പോകും. ഈ ചണ്ടികൾക്ക് സമാനമായി നിങ്ങൾ മാറും. വലയൻസി അന്നല്ലാഹു മിൻ സുദൂരി അദുവിക്കും അൽ മഹാബത്ത മിൻകും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, നിങ്ങളെക്കുറിച്ചുള്ള പേടി ശത്രുവിൻ്റെ മനസ്സിൽ നിന്ന് അള്ളാഹ് ഊരി മാറ്റും. നിങ്ങൾ കുറേയുണ്ട്, നിങ്ങളെക്കുറിച്ചൊരു പേടി ഉണ്ടാവില്ല, നിങ്ങളെക്കുറിച്ചുള്ള മഹാബത്ത്, ഗാംഭീര്യം അള്ളാഹ് എടുത്ത് കളയും. ഇറാനെ ആക്രമിച്ചപ്പോൾ കരുതി ഇത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്, ഇറാൻ്റെ ആക്രമണം ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെ തടുക്കാൻ നമ്മളുണ്ടാവും എന്നുള്ള ബലത്തിലാണ് ഇവിടെ പലയിടത്തും ഈ അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഉള്ളത്. അപ്പം അന്ന് അവർ അവിടെ യുറേനിയം സമ്പുഷ്ടീകരണവും പുതിയ ആണവ ബോംബൊക്കെ ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി ഇത് കിട്ടപ്പോൾ ഇത് അവരടിക്കാനുള്ള പ്രൊജക്റ്റാണെന്ന് കരുതിയത്. ഇതിവിടെ ഖത്താറയിൽ വന്നിട്ട് ഇത് വീണപ്പോൾ ഇത് വല്ലാത്തൊരു എന്തോ ഒരു പേടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ കരുതിയത്. പക്ഷെ ഇത് കഴിഞ്ഞ് ഒരു ഉച്ചകോടി കൂടിയിട്ട് അതിലിരുന്ന് ഇസ്രായേലിനെതിരെ പറയുന്നല്ലോ, അമേരിക്ക എന്നുള്ള വാക്ക് പറയാൻ പറ്റില്ല. അമേരിക്ക എന്നുള്ള വാക്ക് പറയാതെ, അമേരിക്കക്കെതിരെ ഒരു വാക്ക് പറയാതെ പിരിഞ്ഞ ഉച്ചകോടിയുടെ പേരാണ് 57 രാജ്യങ്ങളുടെ. അതുകൊണ്ടാണ് പണ്ടാരോ പറഞ്ഞു OIC അല്ല OIC എന്ന് പറയൂലേ ഇംഗ്ലീഷിൽ. OIC എന്ന് പറഞ്ഞാലൊരു അങ്ങനെയാണോ എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസി സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റസൂലിനെ അയച്ചപ്പോൾ ആ റസൂലിൽ നിന്ന് പഠിക്കാനും, നമ്മളതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിലൊക്കെ ചർച്ച ചെയ്തത്. പഠിക്കാൻ അതിൽ കരുണയുണ്ട്, പഠിക്കാൻ അതിൽ സമാധാനമുണ്ട്, പഠിക്കാൻ അതിൽ നീതിയുണ്ട്, പക്ഷെ ഇതൊക്കെയുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുസ്ലിം ലോകം ഇനിയും പഠിച്ചിട്ടില്ലാത്ത, ഒരുപക്ഷെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിയിട്ടില്ലാത്തൊരു കാര്യം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃശേഷിയാണ്. റസൂൽ എന്ന നേതാവ്
റസൂൽ എന്ന നേതാവിന് എന്തുകൊണ്ടൊരു ബദർ നേരിടേണ്ടി വന്നു? എന്തുകൊണ്ടൊരു ഉഹദ് നേരിടേണ്ടി വന്നു? എന്തുകൊണ്ട് എല്ലാ സഖ്യകക്ഷികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ളിൽ നിന്ന് ചതി കിട്ടിയ സന്ദർഭമാണ് അഹ്സാബ്. ഇവിടുത്തെ മുനാഫിക്കുകൾ പറ്റിച്ചു. അവർ പറഞ്ഞു പറ്റിയ സന്ദർഭമാണ്, ഇങ്ങോട്ട് പോന്നോളി. ബനു ഖൈനുഖാഉം ബനു നളീറും അതുപോലെ തന്നെ ബനു ഖുറൈളയും നേരത്തെ ഉണ്ടായിരുന്ന സഖ്യം ലംഘിച്ചു. അപ്പുറത്ത് ബനു ഖത്ഫാൻ ഗോത്രക്കാർ വന്നു. ഇപ്പുറത്തുനിന്ന് ക്രൈസ്തവർ പല വിഭാഗങ്ങളോട് സഖ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് മദീനയെ ആക്രമിക്കാന്ന് പറഞ്ഞു. അഹ്സാബ്. എന്തിനാണ് വിശുദ്ധ ഖുർആനിൽ ബദറും ഉഹുദും അഹ്സാബും ഹുനൈനും? ഹുനൈൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇസ്ലാം വിജയിച്ചിട്ടും കെറിവ് തീരാത്ത സന്ദർഭം. മക്കം ഫത്ത് ഉണ്ടായി. മക്കം ഫത്ത് ഉണ്ടായിട്ട് മക്ക കീഴടക്കിയോ? സഖീഫും ഹാസിനും ഇങ്ങനെയുള്ള ഗോത്രക്കാർ, മറ്റേ ത്വായിഫിന് കേന്ദ്രീകരിച്ചുള്ള ഗോത്രക്കാർ, അവർക്ക് സഹിക്കാൻ പിന്നെ പറ്റുള്ള. അതാണ് ഹുനൈൻ. വൈദേശിക ശത്രുക്കൾക്ക് പറ്റുന്നില്ല. അതാണ് തബൂക്ക്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്തിന് ശേഷമുള്ള യുദ്ധങ്ങളാണ്. ഇതെന്തിനാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇത് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടാനുള്ളതാണ്. അള്ളാഹിന്റെ റസൂലിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ റസൂലിനോടുള്ള നമ്മളുടെ അനുധാവനം ശരിയാം വണ്ണമാണെങ്കിൽ, മുസ്ലിം ലോകത്തിന് ആ പ്രവാചക നേതൃത്വത്തിൻ്റെ പാഠം കൂടി പഠിക്കാനുള്ള ഒരു 5-10 അധ്യായങ്ങൾ കൂടി ബാക്കിയുണ്ട്. അല്ലാതെ റസൂലിൻ്റെ പേരിൽ ഇങ്ങനെ കുറേ നമ്മളിങ്ങനെ അഴിഞ്ഞാടി സ്നേഹം കാണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ മാത്രമാണ് ഏത് സമൂഹം, അത് ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന് ബാധകമാണ്. ലോകത്തുള്ള ആളുകളെ കുറിച്ച് നമുക്കിപ്പോൾ ഇങ്ങനെ പറയാനേ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു തന്ന ശത്രുവാണ് എന്ന് തിരിച്ചറിയാന്നുള്ള വലിയൊരു പ്രധാനപ്പെട്ട അറിവാണ്. അള്ളാഹിന് വേണ്ടി സ്നേഹിക്കുക എന്നുള്ളത് പോലെ തന്നെയാണ് അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുക എന്നുള്ളത്. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത് പോലെ തന്നെയാണ് അള്ളാഹ്ക്ക് വേണ്ടി തടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് മൻ അഹബ്ബ ലില്ലാഹ് വമൻ അബ്ഗള ലില്ലാഹ് വമൻ അഅ്താ ലില്ലാഹ് വമൻ മനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ഈ 4 പൂർത്തിയാകുമ്പോഴാണ് അവൻ്റെ ഈമാൻ പൂർണ്ണമായി തീരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് അതിനേക്കാൾ അടുത്തൊരു തലമുറയെക്കുറിച്ചുള്ള നമ്മളുടെ സ്വപ്നം, നമ്മൾ അവരിലേക്ക് എന്താണ് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ അവരെ വളർത്തേണ്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ഇത് നിങ്ങളുടെ വലുപ്പവും കുറേ സൗകര്യമൊന്നുമല്ല. നിങ്ങൾ വളരെ കുറഞ്ഞിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആദർശ വിശുദ്ധി കൊണ്ടും ആത്മാഭിമാനത്തിൻ്റെ ശക്തി കൊണ്ടുമാണ് നിങ്ങൾ വിജയിക്കുന്നത്. അല്ലാതെ കുറേ ആൾക്കാരുണ്ടായി, കുറേ ഫോളോവേഴ്സ് ഉണ്ടായി, നിങ്ങൾ ഉസായിലായിട്ട് കുറേ ആൾക്കാരുണ്ടായി ചണ്ടികൾ കണക്ക് ഒഴുകിയിട്ട് അവരോടൊപ്പം വന്നിട്ടൊന്നല്ല. നിങ്ങളുടെ ആദർശ ശുഭ്രത, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തെളിച്ചം, ഇസ്ലാമിനോടുള്ള നിങ്ങളുടെ ആഭിമുഖ്യം, ഇത് ഈ തലമുറയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ്. ഗസക്കാർ പയ്യെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുക. പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ പോരാട്ട രംഗത്ത് നിന്നല്ല, അവരും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുലേക്ക് ഷഹാദത്തുമായി ചിറകടിച്ച് ഗസയുടെ മണ്ണിൽ നിന്ന് പരലോകം പൂകിക്കൊണ്ടിരിക്കുക. പക്ഷേ വഹും ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിത്യമായ റിസ്ഖ് ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ ഷഹാദത്ത് കൈവരിച്ച് അള്ളാഹിലേക്ക് പോകുന്നത്. നമ്മൾ എന്താകണം എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച പ്രചോദനവും നമുക്കെടുക്കാവുന്ന പ്രതിജ്ഞയെക്കുറിച്ചുള്ള സാധ്യതയും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഗസ ഇപ്പോഴും മുസ്ലിം രാജ്യങ്ങളോട്, അറബ് ഭരണാധികാരികളോട്, ഇന്ത്യയിലുള്ള മുസ്ലിം സംഘടനകളോട്, നമ്മൾ ഓരോരുത്തരോട് ഈ ഇസ്ലാമിനെ മുൻനിർത്തി സംസാരിക്കുന്നത്. ആ പ്രചോദനം ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിക്കണം. പടച്ചറബത്തിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസയുടെ നിഷേധാർഢ്യത്തിന്, അവരുടെ ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കറ്റ പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിലെ ശുഹദാക്കൾക്ക് അല്ലാഹു സ്വീകാര്യത നൽകുമാറാകട്ടെ. അല്ലാഹു അവരിലെ പരിക്കേറ്റവർക്ക്, ഭവനരഹിതരായവർക്ക്, നാട് വിട്ടു പോകേണ്ടി വന്നവർക്ക് പടച്ചറബ് എത്രയോ അതുല്യമായ പടച്ചവൻ്റെ പക്കലുള്ള ഖജനാവിൽ നിന്ന് അവർക്ക് പകരം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മുസ്ലിം ലോകത്തിൻ്റെ ഏറ്റവും
ഉയർന്ന ദൃഢനിശ്ചയത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഭാഗമായി നിലകൊണ്ട ഗസയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള വിശാലമായ ഒരു മാനസികാവസ്ഥ നൽകി അല്ലാഹു നമ്മളെയും നമ്മുടെ ഉമ്മത്തിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക് അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വസല്ലംത വബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബാദല്ലാഹ് വഇമാ അല്ലാഹ് ഊസികും വഇയ്യായ ഥാനിയൻ ബിത്തഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انصر إخواننا بأرض فلسطين بأرض غزة بنصرك العزيز على القوم الكافرين. اللهم انصرهم بنصرك العزيز على القوم الكافرين. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم أقل نفوذهم. اللهم زلزل أقدامهم. اللهم فرق جمعهم يا رب العالمين. اللهم يا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام المرسلين الحمد لله رب العالمين.